ലഹരി വിരുദ്ധ ക്ലാസും മെഗാ ക്വിസ് മത്സരവും അമ്പലംകുന്ന് മുത്താരംകുന്ന് വായനശാലയുടെ നേതൃത്വത്തിലാണ് ദീപു മെമ്മോറിയൽ മെഗാ ക്വിസ് മത്സരവും ലഹരി വിരുദ്ധ ക്ലാസും നടത്തിയത്. LP, UP, HS തലത്തിൽ നടന്ന അറിവരങ്ങ് 2025 മെഗാ ക്വിസ് മത്സരത്തിൽ ജില്ലയുടെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് 100ഓളം കുട്ടികൾ പങ്കെടുത്തു. ഐമൽ ഷാജി ക്വിസ് മാസ്റ്ററായിരുന്നു. യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് പൂയപ്പള്ളി പോലീസ് ഇൻസ്പെക്ടർ ബിജു SC നേതൃത്വം നൽകി. ഭയങ്കര എനർജി ലെവലാണ്. അപ്പൊ ഈ എനർജി ലെവല് എങ്ങനെ കിട്ടുന്ന അല്ലെങ്കിൽ എന്ന് നമ്മൾ കണ്ടെത്തി അല്ലെങ്കിൽ അതിന്റെ മാർഗത്തിലൂടെ പോകുമ്പോൾ കണ്ടെത്തുന്നത് ഈ ഡ്രഗ്സിലാണ്, പാർട്ടി ഡ്രഗ്സ്. അപ്പൊ ആ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഭയങ്കരമായിട്ട് സൂക്ഷിച്ചേ. ഇപ്പൊ ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഡിക്ഷൻ ഉള്ള ആൾക്കാർക്ക് അവർ രാത്രി കാലങ്ങളിൽ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തന്നെ ജയിൽ ഡോക്ടറുണ്ട്, പ്രത്യേകം മെഡിസിൻ കൊടുക്കുകയാണ് ചെയ്യും, സെഡേഷൻ കൊടുക്കുകയാണ് ചെയ്യും. സെഡേഷൻ എന്ന് പറഞ്ഞാൽ മയക്കം. അപ്പൊ ഈ മയക്കം ഉണ്ടാകുന്ന സെഡേറ്റീവ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുളികകൾ പോലും, അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യന്റ് അല്ലെങ്കിൽ മറ്റ് സീരിയസ് രോഗങ്ങൾക്ക് വേദന സംഹാരികളായിട്ട് യൂസ് ചെയ്യുന്ന മോർഫിൻ, ആസ്പിരിൻ ഗുളികകൾ പോലും ബൾക്കായിട്ട് വാങ്ങിക്കൂട്ടി ഡ്രഗ്സ് ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ സാമർഥ്യവും മറ്റു കഴിവും എല്ലാം ഉണ്ടെങ്കിലും ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെട്ടു പോകണമെന്നുണ്ടെങ്കിൽ മുതിർന്നവര് പറയുന്ന ഒരു കുറെ കാര്യമെങ്കിലും നമ്മൾ മനസ്സിലാക്കി ശരിയായ രീതിയിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ. പഴയ പോലല്ല ഇത്തരം മിസ്സിംഗ് കേസുകളും അതുപോലെ തന്നെ നമ്മളെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക് പ്രകാരം സ്കൂളുകളിൽ, ക്ലാസ് റൂമുകളിലും വീടുകളിലും അല്ലാതെ പൊതുസ്ഥലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഓരോ വർഷം കഴിയും തോറും കൂടിക്കൂടി വരിക. അപ്പൊ നമ്മൾ ചിന്തിക്കും, എനിക്ക് ഇതൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ ഇത് കേൾക്കേണ്ട കാര്യമില്ല, എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല, മറ്റവരങ്ങനൊന്നും ചെയ്ത് അങ്ങനൊന്നും അല്ല. പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ കുഞ്ഞുങ്ങളുടെ ഒരു ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന രീതിയിലോ നമ്മൾ സംസാരിക്കുന്ന രീതിയിലോ ഒന്നും അല്ല ഈ കുഞ്ഞുങ്ങൾ ചിന്തിക്കുകയും സംസാരിക്കുകയും. അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ, അവരുടേതായ കാഴ്ചകൾ. അപ്പൊ ഈ ഡ്രഗ്സിന്റെയും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ചെറിയ തോതിൽ കുറച്ച് സാധനം ഇങ്ങനെ ഉപയോഗിക്കുന്നു, കുറെ ദിവസം കഴിയുമ്പോൾ ചായ കുടിക്കുന്നല്ല നമുക്കിത് ഒഴിവ്. ഇത് ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും പറയുന്ന കാര്യമുണ്ട്, എനിക്ക് ഇതിൽ നിന്ന് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ശരിയല്ലേ? കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് നമ്മുടെ ഗവൺമെന്റ്, വിദ്യാഭ്യാസ വകുപ്പ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഡി-ഹണ്ടിന്റെ ഫലമായിട്ട് സമൂഹത്തിൽ വളരെയധികം മാറ്റം ഉണ്ടാവുകയും ഇത് ഒരു അപകടാവസ്ഥയാണെന്നത് ഉപയോഗിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കുകയും കൂടാതെ സമൂഹത്തിലുള്ള നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഈ ഡി-ഹണ്ട് വന്നതിന്റെ ഒരു മെച്ചം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓഫീസേഴ്സ് കണക്കാക്കുന്ന പല സ്ഥലത്തു നിന്ന് ഞങ്ങൾക്ക് കോള് വരുന്നുണ്ട്, സാറേ ഇന്നടുത്ത് പിള്ളേരെ കൂടി നിൽക്കുന്നുണ്ട്, എന്നെ അവിടെ പോലീസ് പോകുന്നുണ്ട്. ഈ പറയുന്ന ഡ്രഗ്സിന്റെ ഉപയോഗം ലോകം ആസകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡെവലപ്ഡ് കൺട്രീസ് ആണ്. നമ്മുടെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇവിടെയും മറ്റ് എല്ലാ മേഖലയിലും നമ്മൾ മുൻപന്തിയിലാണ്. അതുപോലെ തന്നെ ഇതിലും ഈ ഒരു ഡ്രഗ്സിന്റെ ദുരുപയോഗത്തിലും നമ്മൾ മുന്നോട്ട് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ക്യാമ്പയിനുമായിട്ട് നമ്മൾ. തുടർന്ന് ക്വിസ് മത്സര വിജയികൾക്ക് മുത്താരംകുന്ന് ജലജ മന്ദിരത്തിൽ ദീപു മെമ്മോറിയൽ മെമന്റോയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് അഭയ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സജിത് സ്വാഗതവും മുതിർന്ന അംഗം ബാലചന്ദ്രൻ ആശംസകളും നേർന്നു. നിഷോർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്.